നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡൗൺലോഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ ബ്ലോഗാണ് ഫോർ ഉത്സവം. നമ്മുടെ പൂജപ്പുരയിൽ ശ്രുതിയുടെ ഓഫീസിന് അടുത്തൊരു അമ്പലമുണ്ട്, ഭഗവതിയുടെ സരസ്വതി ക്ഷേത്രമാണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ഉത്സവം നേരെ കൂടാം. നമ്മൾ ബ്ലോഗ് ചെയ്യുന്ന കാലം മുതൽ എല്ലാവരും ചോദിക്കണം, കുറേ കമന്റ് ഇട്ട് ചോദിച്ച കാര്യമാണ്. ഒരു ഉത്സവമൊക്കെ കവറപ്പ് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ പുറത്തുള്ളവരാണ് അവരൊക്കെ ഉത്സവങ്ങൾ ആഗ്രഹിച്ചിട്ട് ചോദിച്ചവരാണ്. അപ്പോൾ ഇന്നാണ് നമുക്ക് അതിന് അവസരം കിട്ടിയേക്കുന്നത്. നമുക്ക് എന്തായാലും ഉത്സവത്തിന് പോകാം. നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ വണ്ടിക്കൂടിയൊക്കെ സ്പോൺസർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് ഉത്സവം കണ്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് വരാം. ഇന്ന് വരലുണ്ടാവില്ല, മിക്കവാറും ഇന്ന് രാത്രി ബസ് സ്റ്റാൻഡിൽ കിടന്ന് തുടങ്ങിയിട്ട് നാളെ വരലിറക്കുള്ളൂ. കാരണം അവിടെ നിന്ന് രാത്രി ഇങ്ങോട്ട് വണ്ടിയില്ല. ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് സ്റ്റക്കാണ്. തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ തിരുവനന്തപുരത്ത് സ്റ്റക്കാവാറുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പോണേ കാണാം. അപ്പോൾ സാറിച്ച് നടന്ന് പോകാൻ തക്കണം കണ്ട കാലെടുത്ത് അത് കറക്കും അതേക്ക് നമ്മൾ നടന്ന് താഴോട്ട് എത്തുന്നേ ഉള്ളൂ. നമ്മൾ 2:30 കാലാകുമ്പോൾ ബസ് വരും. മഴയാണോ? അല്ല. അപ്പോൾ ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ്, ഇന്നാണ് ഇടുന്നത്. ഈ ഡ്രസ്സ് എനിക്ക് ആരാ തന്നത്? അഞ്ച് ചേച്ചിയാ? എന്തോ സ്വാതിയല്ല, നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ തന്നത്. നമുക്ക് കറണ്ട് അടുപ്പൊക്കെ തന്ന ചേച്ചി, ജ്യോതി ചേച്ചി. അതാണ്, എനിക്ക് പേര് വായിൽ കിട്ടുന്നില്ല. അപ്പം ജ്യോതി ചേച്ചി തന്നതാണ് ഈ ചുരിദാർ. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നെഗും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഷേപ്പ് അടിച്ചപ്പോൾ ഇച്ചിരി ഇതായിപ്പോയി. അപ്പോൾ പിന്നെ സാരമില്ല, നമുക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. ഷേപ്പ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വയറിൻ്റെ ആ ഒരു സൈഡ് മാത്രം പിടിക്കേണ്ടതുള്ളൂ. എനിവേ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല ചുരിദാറൊക്കെ ആയിരുന്നു. ജോയ് ചേച്ചി ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി തന്ന ഉടുപ്പൊക്കെ ഒരു പ്രത്യേക വൈബിലിങ്ങനെ പോകും. ഗ്രീൻ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഗ്രീന് വെള്ളയും കൊള്ളായിരുന്നു. അതെ, ആദ്യം പറയുന്നത് വെള്ളം കൊള്ളായിരുന്നു. ആദ്യം വെള്ള എൻ്റെ ഫേവറേറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആദ്യം ഇഷ്ടം. ഓക്കെ, അതാണ് ആദ്യം എപ്പോഴും വെള്ളയും കറുപ്പിലും നിങ്ങൾ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ വേറെ എന്ത് കളർ വാങ്ങിച്ചു കൊടുത്താലും വെള്ളയും കറുപ്പിൽ തന്നെ കയറി പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ താഴെ എത്തി. ഇനി പോകും വഴി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇനി പോകുന്ന വഴിക്കല്ല, ഇനി ഉത്സവ പറമ്പിലെത്തിയിട്ട് കാര്യങ്ങൾ പറയുള്ളൂ. കാരണം അല്ലെങ്കിൽ തികയൂല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തികയത്തില്ല. അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇവിടെ നിന്ന് 2 മണിക്കുള്ള ബസ് കയറി കഴിഞ്ഞാൽ അതാണ് കാര്യം. അതാണ് അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റയിലായിരിക്കും. അവിടെ പോയിട്ട് നമുക്കെല്ലാം നമ്മുടെ ഇൻസ്റ്റ വീഡിയോ ഒക്കെ കാണുക. നമ്മുടെ ഇൻസ്റ്റയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്കഷനിൽ തന്നെ ശ്രുതിയുടെയും ആർജയുടെയും ലിങ്ക് ഉണ്ടാവും. അത് രണ്ടും കയറി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിലാണ് നമ്മൾ അപ്പോൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഗൈസ്. പെരും മഴയാണ്. നമ്മളിവിടെ കുടയും പിടിച്ചാണ് ഇരിക്കുന്നത്. കുടയും പിടിച്ചിരിക്കുകയാണ്. അവിടെ ചേച്ചിയുണ്ട്. നമുക്ക് ബസ് വരുന്നേ ഉള്ളൂ, പോവാം. നമ്മൾ നെടുമങ്ങാട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരം ബസ് കയറി. ഇനി തിരുവനന്തപുരം ബസ്സിൽ നിന്ന് നമ്മൾ പൂജപ്പുര പോകണം. പോയിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പോൾ അതിന് ഗൈസ് നമ്മൾ ഉത്സവപ്പറമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇങ്ങോട്ടേക്കാണ് ആർജെ. ഹായ്, നല്ല ഗ്ലാമറുള്ള പോലീസുകാർ. അസ് ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് നിന്നെ അടുത്ത് കിണറ്റിടാൻ തോന്നുന്നത്. നല്ല ഗ്ലാമറുള്ള പോലീസുകാരെന്ന് ഇതുവരെ ഞാൻ കണ്ടില്ലല്ലോ. ഇവിടെ കണ്ടാ, നല്ല ഗ്ലാമറുള്ള പയ്യൻ ആദ്യം. അപ്പം ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ ഗെയിമിൻ്റെ ഇതും ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം ഗൈസ്. ഇവിടെയൊക്കെ ഫുള്ളും ഓരോരോ കച്ചവടക്കാരൊക്കെയാണ്. അവിടെ കരിമ്പ് ഇവിടെ ചെരുപ്പിൻ്റെ ഇതുണ്ട്. ഇവിടെ ഫാൻസി ഐറ്റംസ് ഉണ്ട്. ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ട്. പല പാലക്കാടൻ കത്തിക്കട പാലക്കാടൻ കറിക്കത്തിക്കട എന്തോ നവരാത്രിക്ക് സ്പെഷ്യൽ ഓഫർ എടുക്കുന്നത്. ആർജ അവിടെ തന്നെ സ്റ്റക്കാണ് ഗൈസ്. ഇവിടെ ഫിഷ് ഫ്രൈ ആണ്. ഫിഷ് ഫ്രൈ ഉണ്ട്. 100 രൂപയാണ് ഒരാൾക്കെന്ന് പറഞ്ഞ് ഫിഷ് ഫ്രൈ. അവിടെ വളർന്നു വരുന്നൊരു വ്ളോഗറിനെ ഞാൻ കണ്ടിരിക്കുന്നു അല്ലേ. അതുകൊണ്ട് ആ കൊച്ച് വ്ളോഗറിനെ കണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു ഭയങ്കര സൂമായി പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇതിനുള്ളിൽ ഞാൻ കയറും. പറ. അതെ, നമ്മളെ പോലത്തെ ഒരു വ്ളോഗർ, വളർന്നു വരാൻ ശ്രമിക്കുന്ന ഒരു വ്ളോഗറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം ഗൈസ്, ഉള്ളിലേക്ക് പോകാം. അപ്പം ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് കയറി നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കയറി പോകാം. ഈ സാധനം ഞാൻ വാങ്ങിച്ചിട്ട് തേഞ്ഞതാണ്. ഇപ്പോഴും വീട്ടിലുണ്ട്. തേഞ്ഞെന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഇതുപോലെ ഒരു മേളയ്ക്ക് വന്നപ്പോഴാണ് നമ്മൾ മസാജ് മെഷീൻ മേടിച്ചത് അല്ലേ. അത് ഈ കമ്പനിയുടെയാണ് മേടിച്ചത്, ഇവരുടെയാണ് മേടിച്ചത്. ഇപ്രാവശ്യം അവർക്ക് വേറെ എന്തൊക്കെയാണ് മോപ്പ് അങ്ങനെ ഇങ്ങനെ
ബുക്സും കാര്യങ്ങളൊക്കെ. ആദ്യം ബുക്സ് മേടിക്കുന്നുണ്ടോ? ചോദിച്ചോ. ആദ്യമൊക്കെ വായിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ബുക്ക് വേണമെന്നാണ് പറയുന്നത്. ആർജനെ വായി പിടിച്ചിരിക്കുന്നുണ്ട്, പോയി നോക്കും. നടന്നാണ് കുറേ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച്. ആദ്യം വാങ്ങിച്ച ബുക്സ് ഇതാണ്. ഈ ബുക്സ് വാങ്ങിച്ചു. വാള, കപ്പല്, ബുക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ഇതൊക്കെയാണ് ഗൈസ്. അതാണ് ആർജ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പറഞ്ഞതൊക്കെയാണ്. അപ്പം ഗൈസ് നമ്മളിവിടെ നിന്ന് അവരുമായിട്ട് കമ്പനി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആർജെ. നമ്മളിവിടെ നിന്ന് ബുക്സ് വാങ്ങിച്ചു. അപ്പുറത്തൊന്നും മേടിക്കാനില്ല, നമ്മുടെ ഇതിലായിട്ടുള്ള ഒന്നുമില്ല. അതായത് നമുക്ക് പോകാൻ ഗൈസ് ഇവിടെ നിന്ന്. ഇവിടെ ചീപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇവിടെ ഫുള്ളും ചീപ്പ്, ടോയ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ, ഗ്യാസിൻ്റെ ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് ഗൈസ്. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ നിന്ന് ഇനി നടന്ന് പതുക്കാം. ഇത് കാണുന്ന വെറൈറ്റിയാണ് കേട്ടോ ഗൈസ്. ഇവിടെ പോകണം. കത്തി, പേന കത്തി, അല്ലാത്ത കത്തി. ഇവിടെ വറുക്കുന്ന സാധനങ്ങൾ. ഇവിടെ പൊട്ട്, ചുക്ക് അങ്ങനെയുള്ള ഐറ്റംസ്. ഇവിടെ ഇങ്ങനെ വള വളയൊക്കെ കൊള്ളാം കേട്ടോ, നല്ല രസമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ടോയ്സാണ്. ടോയ്സ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. ടോയ് ടോയ് വായിച്ചോ. എത്ര ഏട്ടാ? ഇവിടെ ഫുഡ് ഐറ്റംസ് ആണ്. ഹലോ തന്നെ പടപ്പെട്ടി വേണമെങ്കിൽ കുറച്ച് വാങ്ങിച്ചു. അപ്പം കഴിച്ചു. ഇവിടെയൊക്കെ സ്നാക്സ് ഐറ്റംസ്. പക്ഷേ എനിക്ക് കപ്പലണ്ടി മുട്ടായി, മിച്ചർ മുട്ടായി. ഇത് ചേട്ടാ മിച്ചർ മുട്ടായി എത്രയാ? മിച്ചർ മതി. ഫുള്ള് കഴിക്കുന്ന സാധനങ്ങളാണ്. പഴയകാല മിഠായികൾ, ജോക്കറുണ്ട്, ചെല്ലി മിഠായി ഉണ്ട്, സ്റ്റിക്കേഴ്സുകളുണ്ട്. എനിക്കൊക്കെ പറയാറുണ്ട്. പക്ഷേ മറ്റേ ഇത് വെച്ചു മാഷ്മിലാന് 20 രൂപ. അവിടെ ഉണ്ട് എടുത്തിട്ടോ. അത് ഇത് മേടിക്കണം. ഇത് എത്ര ചേട്ടാ? 20. അതെടുത്തു ചേട്ടാ. ഓക്കെ, ഞാനപ്പോൾ ഇത് മേടിച്ചു. ഇനി പൈസ ജീരക മിഠായി ഉണ്ട്. അത് പണ്ടത്തെ മറ്റേ മിഠായിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നാരങ്ങ മിഠായി, കളർ മിഠായി, മിഠായി. ഇത് ഫുള്ളും തിന്ന സാധനം കഴിച്ച് ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. പോയിട്ട് വരാം. നടന്നു വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച അച്ചാറുകൾ. അച്ചാർ ഏതെങ്കിലും കഴിക്കും. പലതരം മാങ്ങ വേണോ? ചിക്കൻ അച്ചാറൊക്കെ ഉണ്ട്. മാങ്ങ അച്ചാർ, ഏതച്ചാർ? വെളുത്തുള്ളി അച്ചാറുണ്ടോ? അത് വേണം. ഇത് വെച്ചു.
നോക്കുന്നുണ്ട്. അച്ചാറുടെ അർജുൻ നോക്കിയിരിക്കുന്നു. അച്ചാർ മതി എന്നാ പറയാം. ഇത്രയും അച്ചാറുകളാണ് ഗൈസ്, ഇത്രയും വെറൈറ്റി അച്ചാറുകൾ. അപ്പുറത്ത് ഇനി ബാഗ് ഐറ്റംസ് ചെറിയ പറ എന്താ വന്നപ്പോഴത്തേക്കും കണ്ടത് കട്ടിലും മെത്ത അലമാര തുടങ്ങിയ സൈസ്. ഇത് നമ്മളെ വീട്ടിൽ ആവശ്യമില്ല. അപ്പുറത്ത് തന്നെ പെർഫ്യൂം ഉണ്ട്. ഏതാണ് നമ്മളെ വീട്ടിൽ കയറില്ല. അതാണ് ഇവിടെ ഗ്ലാസ് 6 100 രൂപ. പിന്നെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ നമുക്ക് അഡ്വാൻറ്റേജ് മാരുതി സുസുക്കിയുടെ വണ്ടി. നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകാം ഗൈസ്. പോക്കോണ്ട കട, പിന്നെ വീണ്ടും ടോയ്സ്. 99 വേണോ പൈസ? ഒരു ഗ്ലാസ് അടിക്കണം. 30 രൂപ പാലട. ഭക്ഷണത്തിന് ശേഷം പെറ്റിക്കോട്ട് കാണണം. ഇപ്പം ഷിമ്മി അണ്ടർസ്കേർട്ടൊക്കെ വന്നു. പക്ഷെ ഇപ്പോഴും പെറ്റിക്കോട്ട് ഉള്ളതൊക്കെ പെറ്റിക്കോട്ട് നമ്മളെ പണ്ടത്തെ പെറ്റിക്കോട്ടാണ്. പിന്നെ തുണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അളവിനില്ല. മസാല ഐറ്റംസ് ഒക്കെയാണ്. ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഐസ്ക്രീമാണ്. ഇങ്ങനെ കഴിയും ഗൈസ്. നമ്മൾ പുറത്തെത്തി. വിശാലമായ ഷോറൂം പോലെ. ഓ എന്തൊരു കാറ്റല്ലേ ചൂടത്തുനിന്ന്. അതൊക്കെ ഉണ്ട്. പിള്ളേരാണെങ്കിൽ അത് നോക്കിയിട്ട് മാഷ വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ വെച്ച് കടയാണ്. സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. നമ്മൾ അമ്പലത്തിലോട്ട് പോകാം. നമ്മൾ കുളിച്ച് നമ്മളെന്താ ക്ഷേത്രത്തിലോട്ടാണ്. മീൻ ഇറച്ചിയൊന്നും തിന്നിട്ടില്ല. തിരിച്ചു വരുമ്പോൾ ഇതെന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നോക്കാം. നേരെ ഇനി അപ്പോൾ നമുക്ക് എന്തായാലും പോകാം ഗൈസ്. ഇതാണ് സരസ്വതി ക്ഷേത്രത്തിൻ്റെ മണ്ഡപം. ഇവിടെയാണ് ബുക്ക് പൂജ വെപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് നടക്കുന്നത്. ഇവിടെ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ പ്രസംഗമൊക്കെ നടന്നിരിക്കുകയാണ്. ഇവിടെ ബുക്കൊക്കെ വെച്ചിട്ട് പൂജയും കാര്യങ്ങളൊക്കെയാണ് സരസ്വതിയുടെ. നോക്കാം. നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോകാം. അത് അവിടെ എന്തൊക്കെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇവിടെ പൂജയൊക്കെ വെക്കുന്ന സ്ഥലമാണ് സരസ്വതിയുടെ. ഇപ്പം ഇതാണ് സരസ്വതി അമ്പലം. നമ്മൾ അകത്തോട്ട് കയറാന്ന് വെച്ചാൽ നടക്കുമെന്ന് വെച്ചാൽ അറിയില്ല. ഇവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ നടത്തും. നമ്മൾ പൈസ അടിച്ച് ഇതാണ് അമ്പലം. അകത്തോട്ട് ഇനിയിപ്പോൾ നമ്മൾ കയറുന്നില്ല. കാരണം ഇത്രയും സാധനങ്ങളും കയ്യിൽ വെച്ചുകൊണ്ട് കയറല് നടക്കൂല. നല്ല തിരക്കുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നേരെ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഇവിടെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ ആവർത്തിക്കുകയാണ്, ഒന്നും നാം കണ്ടിട്ടില്ലാത്ത, പൂർണ്ണമായി കാണാൻ സാധ്യമല്ലാത്ത ഏതോ ഒരു ഈശ്വരന് വേണ്ടിയിട്ടാണ് എന്ന. ഇപ്പൊ രാത്രി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും നല്ല തിരക്കാണ്. ഈ തിരക്കിൽ നമുക്ക് പോകാം. അപ്പൊ നമ്മള് ഇവിടേക്ക് ഒന്ന് കറങ്ങട്ടെ ഗൈസ്. ഓഡിറ്റോറിയം. അപ്പോൾ ഇവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റിംഗ് ആണ്. ഇവരുടെ പ്രസംഗമൊക്കെ കഴിയുമ്പോൾ നമുക്കതിൽ കയറാം. ഇവിടെ കസേരകൾ കാര്യമായി. ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇനി അടുത്ത് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ വരാം. ഇവിടെ ഫുള്ള് ലൈറ്റ്സൊക്കെ പോയി നോക്കാം. ഇയാളാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്തത്. ഈ പുള്ളിയാണ്, കവിയാണ്. അപ്പം അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഫുള്ളും ക്യൂ ആണ് ഗൈസ്. നമുക്ക് ഇത് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള ക്യൂ ആണ്. നമുക്ക് ഇവിടെ ഇങ്ങനെയൊന്ന് കാണാം. ഇവിടെ ഫുള്ള് ലൈറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഫുള്ളും തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്.
ഇവിടെയൊക്കെ നല്ല രസമാണ് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ലൈറ്റ്സ് കാണാനാണ് ഇഷ്ടം. അതാണ് ഞാൻ ഇത്രയും നേരം അതിൻ്റെ അകത്ത് കുത്തിയിരുന്നിട്ട്. ഗൈസ് ഇവിടെ കുട്ടികളുടെ കളിക്കുന്ന ഇതും അങ്ങനെ ചെറിയ ഒരു ഇത് പാർക്ക് പോലെയാണ്. നമുക്ക് ഇവിടെ ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് പുറത്ത് പോയിട്ട് നോക്കിയിട്ട് വരാം. പുറത്തു പോവാം. ഇതേ കൂടി പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പില്ല ഗൈസ്. അപ്പം പുറത്ത് കൂടി തന്നെ പോകണം. ഫുള്ള് അമ്പലത്തിലോട്ട് കയറാനുള്ള ക്യൂ ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ പോയിട്ട് വരാം. ആർജയ്ക്ക് ടോയ്ലറ്റിൽ പോകാനെന്നും പറഞ്ഞിട്ടാണ് ആർജ് പോകണത്. നമുക്ക് പോയിട്ട് വരാം ഗൈസ്. ഗൈസ് അമ്പലത്തിൽ കയറാൻ അകത്തുനിന്ന് പുറത്ത് റോഡ് വരെ ക്യൂ ആണ് അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ. പക്ഷെ ഞങ്ങൾ വന്നപ്പം അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി ക്യൂ ഒന്നുമില്ലായിരുന്നു. ഇവിടെ ലൈറ്റിൻ്റെ സെറ്റിങ്സ് ഒക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക്. ഞാൻ ഈ ലൈറ്റിൻ്റെ ഒരാളായതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളും ആൾക്കാർ ക്യൂവിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്. ഇവിടെ കുഞ്ഞു മക്കളൊക്കെ നടന്ന് കിടന്ന് പോവുകയാണ്. നമ്മളിപ്പുറത്തെ സൈഡിൽ കൂടി കയറി വേണം പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ ഇങ്ങനെ പോകാം. കുറേ നേരം അതിൻ്റെ പിന്നെ ഗൈസ് ഇവിടെ നല്ല രസമാണ് കാണാൻ. ശരിക്കും ലൈറ്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്. ഈ ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം തുടങ്ങണം, എന്നാലേ കാണാൻ വേണ്ടി പറ്റും. ഇവരൊക്കെ സുധിയുടെ ഫ്രണ്ടും സുധിയുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെയാണ്. 3-4 പേരുണ്ട്. ഒരേ ക്ലാസ്സിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ കുത്തിയിരുന്ന് പഠിച്ചതാണ്. ഒരേ ബെഞ്ചിലിരുന്ന് അടി ഉണ്ടാക്കാനും പറയണ്ടേ, അടി ഉണ്ടാക്കലും മുടിപിടിച്ച് അടിക്കലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ പറയണ്ടേ. അതൊക്കെ പാത്രത്തിൽ കഴിഞ്ഞിട്ട് അടി ഉണ്ടാക്കാൻ പറ്റിയ അടി ഉണ്ടാക്കിയിരുന്ന സുധിയുടെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ. അപ്പോൾ എല്ലാവരും നമ്മൾ കണ്ടു. നമുക്കല്ലേ ഭയങ്കര തിരക്കാണ്. ഇത്രയും ജനങ്ങളുണ്ട്. ഫുള്ളും വെള്ളം ചെളിയും ഒക്കെയാണ്. എല്ലാം അടിപൊളിയല്ലേ ശരിക്കും. ആ പിള്ളേർ ചാടി കുത്തി കളിച്ചോണ്ടിരിക്കുക. പിള്ളേരൊക്കെ കളിച്ചോണ്ടിരിക്കുക. ആ സമയം കൊണ്ട് അപ്പുറത്തോട്ട് പോയിട്ട് വരട്ടെ. അപ്പുറത്ത് പാർക്കിലൊക്കെ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇവിടേക്ക് നല്ല ഭംഗിയാണ് ഗൈസ്. കുലുക്കി അടിക്കുന്നതാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. അവർ എങ്ങോട്ടാ പോയിട്ടുണ്ട് നോക്കാം. കാരണം അവർ പാർക്കിലോട്ടാണ് പോയത്. അപ്പുറത്താണ് പാർക്കിലോട്ട് പോയിട്ട് വരാം. ഇവിടെ നടക്കുകയാണ്. ഇവിടെ ഫുള്ളും പാട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് പാർക്കിലോട്ട് പോകാനാണ്. അതുകൊണ്ട് അവിടെ ആയിട്ട് പോകാനാണ്. അവിടെ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനാണ്. അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഗൈസ്. ഇതാണ് പാർക്കിലെ കവാടം. ഒന്ന് കയറട്ടെ. ഇവിടെ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളും ഇതൊക്കെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതായത് വഴി കയറി പോകുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ എവിടെയോ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ തപ്പിപ്പിടിക്കണം. പൊളിയായിരിക്കും. കണ്ട ഗൈസ്, തറയിലൊക്കെ ലൈറ്റ്സാണ്. ബ്യൂട്ടിഫുൾ. എനിക്കിതൊക്കെ ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ. പൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ട ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക വൈബാണ്. നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഇത് കിട്ടത്തില്ല. ലൈറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ എവിടെയോ ഇതിൻ്റെ ഇടയിൽ അതേ ഇവിടെ തീറ്റ മത്സരമാണ്. ഇവിടെ അന്യായ തീറ്റ മത്സരമാണ്. കണ്ട
ശ്രുതി കറണ്ട് ഉണ്ടോ പാസ് ചെയ്ത് നോക്കിക്കൊണ്ട് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചെമ്പരത്തി വെച്ചിട്ട് പൂവൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെമ്പരത്തി അല്ല, ചെമ്പകമാണ്. ഒരാൾ ഓൾറെഡി ഒരു ചെമ്പകം വെച്ചിട്ട് ചെമ്പരത്തി വെച്ചിരിക്കുകയാണ്. അത് ആള് എന്തിനൊത്തായിട്ട് കിടക്കാണ്. ഇവിടെയാണ് ക്യാമറമാൻസുമാരോട് നിൽക്കുന്നത്. ഇവരാണ് ഇവിടെ വീഡിയോസിന് ഫോട്ടോയ്ക്ക് പോസ് കൊടുത്തു കൊടുക്കുന്നത്. അതെ, മിക്കവാറും തേങ്ങ ഇത് തെങ്ങല്ലട്ടാ, തെങ്ങിക്കാരനെ പോലെ കയറാൻ നിൽക്കാനെന്ന് തോന്നുന്നു. തേങ്ങ തീറ്റ ഇല്ല, വേറെ പരിപാടി ഒന്നുമില്ല. ഫുൾ ടൈം തീറ്റ തന്നെയാണ്. വായിക്കാത്ത എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇതിന് പട്ടക്കാരില്ല, കുഴപ്പമില്ല. ഫ്രണ്ട്സ് എല്ലാം കൂടി വാങ്ങിച്ചു കൊടുക്കണം. എത്തുന്നുണ്ടേ. അതെ ഫോട്ടോഷൂട്ട് ഒന്നും തീരും തോന്നുന്നില്ല ഗൈസ്. കുറേ നേരമായി ഫോട്ടോഷൂട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഭയങ്കരമായിട്ട് ഫോട്ടോഗ്രാഫീസ് കഴിവ് തെളിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം കൂടി ചേർന്ന്, ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് നടക്കട്ടെ. നമ്മളെന്തായാലും പാർക്ക് ഫുള്ളും കറങ്ങാനുള്ള പ്ലാനിലാണ്. ഇവിടുത്തെ ലൈറ്റിംഗ് കൊള്ളാം. ഫുള്ളും ക്രൗഡാണ്, അടിപൊളിയാണ് ചെയ്യുന്നത്. ഇത്രയും ക്രൗഡൊക്കെ കാണാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ കൊച്ചിയിൽ കറങ്ങുമ്പോൾ ഫുൾ ടൈം ക്രൗഡഡായിട്ടുള്ള സ്ഥലമല്ല ഗൈസ്. ഇവിടെ നമ്മൾ കാട്ടിനകത്ത് അതില്ലാതെ പെട്ടെന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ കുറേ ആളുകളെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ബാക്ക്ഗ്രൗണ്ട് അവിടെ കുറേ പാട്ടൊക്കെ കേൾക്കുന്നു. കോപ്പറേറ്റ് അടിക്കാനും തോന്നുന്നു. അറിഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം, കോപ്പറേറ്റ് അടിക്കാതിരിക്കട്ടെ. ലൈറ്റ് നോക്കിയിട്ട് എനിക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഫോട്ടോച്ചിൽ കാർണിവലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്യണത്, മരത്തിന് ഫുള്ളായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണത് മരമൊക്കെ നിങ്ങൾ കണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയിലേക്കുണ്ട്. പിന്നെ അല്ലാതെ ഒരുപാട് വീഡിയോസും ബ്ലോഗ്സും എല്ലാം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അടിപൊളി വൈബാണ് ഗൈസ് അവിടെ. എനിക്കിഷ്ടമാണ്. ഞങ്ങൾ പോകാറുണ്ട് ന്യൂ ഇയറിനൊക്കെ. ഫോട്ടോ എടുത്താൽ വിളിക്കുന്നു. ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. പൂക്കണം, അതാണ് ആഗ്രഹം. പാട്ടൊക്കെ പാടി ചെമ്പം വെച്ച് ഇതാക്കാണ്. ചെവിയിൽ പൂക്കാൻ ആവശ്യം എല്ലാവർക്കും ഇഷ്ടം. മുടിയിൽ പോകാൻ താല്പര്യമില്ല. അങ്ങനെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ. ഫോട്ടോ സെറ്റാണ്, എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ കുറേ എടുത്ത് കഴിച്ചു. എല്ലാവരും കൂടി ചിരിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദിവസം കുറച്ച് എടുത്ത്. ഭയങ്കര തിരക്കാണ് ഗൈസ്, ഇപ്പോഴും ഭയങ്കര തിരക്കാണ്. നമ്മളിങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ നടന്ന് എല്ലായിടമൊക്കെ കാണാം. കുഞ്ഞു കുഞ്ഞു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ നടന്ന് അതാണ്. ഇവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഇങ്ങനെ കറങ്ങാം. അവിടെ ശരിക്കും വ്ലോഗ് എടുത്താലും മണിക്കൂറുകൾ നീണ്ടു വെച്ചിരിക്കും. അത് മാത്രമുള്ള ഇതുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ എടുക്കുന്നില്ല. മാക്സിമം കുറേ കവർ ചെയ്യാതെ പോണത്. ഇവിടെ മലയൊക്കെ വേറെ ലെവലിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്. കാണാൻ എല്ലാം കൂടെ അടിപൊളിയാണ് ശരിക്കും. പിന്നെ എന്താണ്, ആനയില്ലാത്തൊരു വിഷമമുണ്ട്. ആനേനെ മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഉത്സവം ആനയൊക്കെ ഉണ്ടായ രസമായേനെ. പക്ഷേ എനിക്കൊണ്ട് ദേവീക്ഷേത്രങ്ങളിൽ ആന ഉണ്ടാവില്ലെന്ന് തോന്നി അറിഞ്ഞുള്ള സംഭവത്തിനെ കുറിച്ച്. എന്തായാലും സംഭവം കൊള്ളാം. എല്ലാം കളറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ക്രൗഡിന് ചെയ്യണം. നല്ല ക്രൗഡുണ്ട് ഗൈസ്. ചെയ്യണം. നമുക്ക് അങ്ങോട്ട് റോഡ് ക്രോസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പോലീസിനെ സമ്മതിക്കണം. പുള്ളി എത്ര മണിക്കൂറായിട്ട് അവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുടെ വഴി റോഡ് ക്രോസിനൊക്കെ ഇപ്പതിക്കാൻ നമുക്ക് അതൊക്കെ അത് ലേറ്റ് നൈറ്റിലൊക്കെ വർക്ക് ചെയ്യണം. അവരൊക്കെ സമ്മതിക്കണം ഗൈസ്. ശരിക്കും എനിക്കെന്തോ ഒരു ഇതായി. അടുത്ത ഡാൻസിനുള്ള പരിപാടിക്കുള്ള പിള്ളേരൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് പ്രോഗ്രാം തുടങ്ങണമെന്ന് അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും എന്തായാലും പുറത്ത് വെയിറ്റിംഗ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ഡാൻസിന് ഒരുങ്ങി പോകുന്ന പിള്ളേരൊക്കെ. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ നല്ല ഇതാണ്. എന്തായാലും നമ്മൾ പ്രോഗ്രാം കാണുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാന്നൊക്കെ വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം മണി 10:30 കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇത്രയും കാണിച്ചതൊക്കെ തന്നെയാണ്. ആർജൻ്റെ കൂടെ തന്നെ ആർജനെ കാണാനില്ല. ആർജ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പൊക്കണം. ഇതാണ് ആർജയുടെ പരിപാടി. ആർജ എവിടെയാണെന്ന് നോക്കും. ആർജ എന്നെ കളഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു. കാണുന്നില്ല. എന്തായാലും കണ്ട എന്നെ കളഞ്ഞിട്ട് വന്നേക്കണ്ട. ക്രൗഡാണ് ഗൈസ്. ഇവിടെ പോലീസുകാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേയർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ തിരുവനന്തപുരം മേയർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടായത് ഭയങ്കര ക്രൗഡാണ് കേട്ടോ. സ്റ്റേഡിയത്തിൻ്റെ അകത്ത്
ഭയങ്കര ക്രൗഡാണ്. സോ ഇവിടെ ഫിഷ് തെറാപ്പിയൊക്കെ ഉണ്ട്. ഫിഷ് തെറാപ്പിക്ക് 100 രൂപയാണ്. ആദ്യമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പൈസയില്ല. ഫിഷ് തെറാപ്പി പിന്നെ ഇതിൻ്റെ അഹമൊക്കെ നമ്മൾ കയറി കണ്ടതാണ്. നമ്മളിങ്ങനെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടോണ്ടേയിരിക്കും. അതായത് നമുക്കിതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. ഓ, ഇവിടെ വീണ്ടും ചെളി കൂടി. ഇല്ലെങ്കിൽ മഴ പെയ്തു ഞങ്ങളറിയാതെ. ഭയങ്കര ക്രൗഡാണ്. ചെളിയൊക്കെ കളഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു. കാരണം നമുക്ക് പേടിക്കാതെ നടക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷെ ഭയങ്കര ചെളിയാണ്. അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ മെറ്റിൽ കൂന കൂട്ടിയിട്ടുണ്ട്. അതൊന്ന് നികത്തിയിട്ടിരുന്നെങ്കിൽ ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതിനെ അതുപോലെ തന്നെ ഇവിടെ അക്വേറിയൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം വെളുക്കിരിക്കുന്ന എഴുതേക്കോ മോളെ. ചേട്ടൻ ഒതുങ്ങിയിട്ട് കപ്പലണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ളും ചെളിയാണ്. അങ്ങനെ കറങ്ങി പോണം. വാ 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 ഗൈസ്, അപ്പുറത്തും ഇപ്പുറത്തും ചാടാൻ വേണ്ടിയിട്ടാണ് പണി. ഞാൻ കറങ്ങി ആദ്യം അതിൻ്റെ അകത്തോട്ട് കയറട്ടെ. ഗൈസ്, ആർജെ എന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് സംഭവം. അയ്യേ ഗൈസ്, പറ്റിക്കപ്പെട്ടിരിക്കുന്നു ഗൈസ്. നമ്മൾ വെറും പറ്റിപ്പ്. ഇത് കാണാനാണ് 100 രൂപ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് കയറിയത്. എനിക്ക് വന്ന ഇത് 3D എന്നല്ലേ പറഞ്ഞ് പറ്റിക്കലാണ്. എന്തിനാണ് 100 രൂപ വെറുതെ? ഇത്രയും പേരുണ്ടെങ്കിൽ ഇത്ര ആൾക്കാർ ഗ്രാഫിക്സ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഗ്രാഫിക്സിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരെത്തിയത്. ആണ് ഇവിടുത്തെ പരിപാടി, ആളെ പറ്റിക്കൽ. ഇത് കാണാനാണ് 100 രൂപ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വന്നത് ഗൈസ്. പറ്റിച്ച് 100 രൂപയ്ക്ക് ആർജെ മീൻ കാണാൻ കയറിയതാണ്. ഇതാണ് മീന് കേട്ടാ. കണ്ട ആർജെ, ഇതാണ് മീന്. ഇതാണ് മീന്. സ്പൈഡർമാനെ കളിച്ചോണ്ടിരിക്കുന്നത്. പിള്ളേർക്ക് പറ്റിയ പരിപാടിയാണ്, പക്ഷെ നമുക്ക് പറ്റിയ പരിപാടിയല്ല ഗൈസ്. ഇതാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന സംഭവം. എന്തായാലും നോക്കാം. നമ്മൾ താഴോട്ട് പോകുമ്പോൾ എന്തൊരു ഫീലൊക്കെയാണ് തോന്നുന്നത്. പിള്ളേരിവിടെ കളർ പഠിച്ച ഗ്രീന്, ഓറഞ്ച്, റെഡ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്.
അല്ല അംഗൻവാടിയിൽ ഒച്ചപ്പാട് കണ്ട കൊയ്യോ കാറൊക്കെ വിളിക്കുന്നു. പിള്ളേർക്കൊക്കെ എൻജോയ്മെന്റ് ആണ്, പക്ഷെ നമുക്കാണ് പണി പാളിപ്പോയത്. പിള്ളേർക്ക് കേക്ക് ഇഷ്ടപ്പെടും. നമുക്ക് പറ്റിച്ച് എല്ലാം നമുക്ക് വിശ്വസിച്ച് കയറാൻ പറ്റുന്ന, പക്ഷെ ഇത് മാത്രം പറ്റിപ്പായി പോയി. കാരണം 100 രൂപയ്ക്ക് കൊണ്ടായിട്ട് പിള്ളേരെ പറ്റിക്കാം. പിള്ളേർക്കുള്ളതായാലും കുഴപ്പമില്ലായിരുന്നു. നമ്മളെയും കൂടി പറ്റിച്ച് അനൗൺസ്മെന്റ് ചെയ്ത് പറ്റിച്ച് കഴിച്ചു. അവരുടെ കഴിവാണെങ്കിലും നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക വ്ളോഗ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിത് സ്റ്റേഷനിൽ പോയി ഇരുന്ന് അവിടെ നിന്ന് ഉറങ്ങും. അതാണ് നമുക്കിന്നുള്ളത്. ഇന്നത്തെ ഉത്സവം ഇവിടെ നിന്ന് തീരെയാണ് ഗൈസ്. നമ്മളിന്ന് പോവുകയാണ്. ഫൈനലി ഗൈസ് ഇന്നത്തെ നമ്മുടെ ഉത്സവം പറഞ്ഞിട്ട് തീരാണ്. ഉത്സവം വൈകിട്ടാണ്. നമ്മളിന്ന് വീട്ടിൽ പോകുന്നു. ബസ് സ്റ്റാൻഡിൽ പോയി കിടന്ന് തുടങ്ങും. അതാണ് ഞാൻ പരിപാടി. നാളെ രാവിലെ വീട്ടിൽ പോകും. അപ്പോൾ ഉത്സവത്തിന് പോകുക എന്നാലും വൈകിട്ടാണ്. കൂടുതൽ നീ കാര്യം ലെങ്ത് കൂട്ടണം. ഓടിക്കുന്ന ലെങ്ത് ഉണ്ടാവും. അതെ അതെ. അപ്പോൾ നമ്മൾ താമസം പുതിയ വിശേഷമായി അടുത്ത വീഡിയോ കാണുന്നത്. ബൈ ഫ്രം ആർട്ടിക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത് പോകാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ കോപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആ വോയിസ് കണ്ടായിട്ട് ഒന്നെങ്കിൽ വോയിസ് ഉണ്ടാവില്ല, അതല്ലെങ്കിൽ മറ്റേ വേറെ വല്ല മ്യൂസിക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഗൈസ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ആർജെ.